ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമൃതം പൊടി ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾക്കായി ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1.5 കപ്പ് അമൃതം പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2.5 കപ്പ് തേങ്ങാപ്പാൽ, പിന്നെ വേണ്ടത് പഞ്ചസാര. അത് ഞാനൊരു 1.5 കപ്പോളം പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ഏലക്ക തല്ലിയെടുത്തത്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർക്കുക. എല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ വേണം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് തീ ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ തരിയൊന്നുമില്ലാതെ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ച് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് തിക്കായി വരുന്ന കാണുമ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഏകദേശം 6 ടേബിൾ സ്പൂൺ നെയ്യാണ്. അപ്പോൾ ഇച്ചിക്കൂടെ കൂട്ടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു കണക്ക് ഒരു 6 ടേബിൾ സ്പൂൺ. നെയ്ക്ക് പകരം നമുക്ക് ഡാൽഡയും ചേർക്കാം, എന്നാലും കുറച്ച് നെയ്യ് ചേർക്കുക. എന്നതിന് ശേഷം ഡാൽഡ കൂടി ചേർത്ത് നമുക്കിത് ചെയ്തെടുക്കാം. നെയ്യാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നെയ്യ് കുറേശ്ശെ ചേർത്ത് ഇത് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം നമുക്കൊരു 10 മിനിറ്റോളം ഇത് ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലേ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു പരുവം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അമൃതം പൊടി ഉപയോഗിച്ചുള്ള ഹൽവ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളമായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ് ആ ഒരു പരുവം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഹൽവ വെക്കുന്ന ടിന്നിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഹൽവ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അപ്പം തന്നെ ഒന്ന് കട്ടിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് പരത്തി കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഞാനിത് ചെയ്ത് കഴിച്ചപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ അമൃതം പൊടി ഉപയോഗിച്ച് കുറുക്കൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാവും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂസും കുറച്ച് ബദാമും വെച്ചൊന്ന് ഡെക്കറേഷൻ കൂടി ചെയ്യാം. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും അമൃതം പൊടി ഉപയോഗിച്ചുള്ള ഹൽവ തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് എന്നെ അഭിപ്രായം എന്നോട് പറയാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ ലൈക്ക് ബട്ടണിൽ ഒന്നമർത്തി ആ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഏകദേശം ചെറുതായി ഒന്ന് തണുത്ത് വന്നു, ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിച്ച് തരാം തൽക്കാലം. നിങ്ങൾ കംപ്ലീറ്റ് കൂളായതിന് ശേഷം നിങ്ങൾ മുറിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് കട്ട് ചെയ്തതാണ്. കണ്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി. ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.